ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷമെന്ന സ്ഥാപനത്തെ തന്നെ ഇല്ലാതാക്കുന്ന BJP നയത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. പതിവിന് വിപരീതമായി ഇന്ന് യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ഇറങ്ങിപ്പോയി. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പിളർന്നുപോയി. എന്നാൽ സ്പീക്കർ ഇതുവരെ അംഗീകാരം കൊടുക്കാത്ത വിഭാഗത്തെ പോലും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ചാണ് എല്ലാ പ്രതിപക്ഷ കക്ഷികളും. ഇപ്പോൾ TMC യോട് ഞങ്ങൾക്ക് യാതൊരുവിധ രാഷ്ട്രീയ മമതയില്ല. പക്ഷേങ്കിൽ അത് രാഷ്ട്രീയ സദാചാരത്തിന് വിരുദ്ധമായതുകൊണ്ട് എല്ലാ പ്രതിപക്ഷ നേതാക്കളും ഇന്ന് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. മാത്രമല്ല, നിരവധി വിഷയങ്ങളിൽ അർത്ഥവത്തായിട്ടുള്ള ചർച്ച പാർലമെൻറ്റിൽ വേണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് അയോധ്യയിലെ കൊള്ളയാണ്. അയോധ്യ മാത്രമല്ല, പ്രധാനപ്പെട്ട ഹോളി പ്ലേസസിലൊക്കെ, വിശുദ്ധ നഗരങ്ങളിലും ക്ഷേത്ര നഗരികളിലൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ വലിയ കൊള്ള നടക്കുന്നു. അത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ചർച്ച വേണം. പിന്നെ യുവാക്കളുടെ സമരം, ജന്തർ മന്ദിറിലെ സോണം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ രീതി, മാത്രമല്ല എല്ലാ കേന്ദ്ര പരീക്ഷകളും ലീക്കിൽ, ചോർച്ചയിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമാണ് ആത്മഹത്യ ചെയ്തത്. ഇത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ചർച്ചകൾ വേണം. വിലക്കയറ്റം, പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഒന്നാമത്തെ കാര്യം, പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു നയമില്ല ഈ സർക്കാരിന്. ആരുടെ കൂടെയാണെന്ന് നമ്മൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്രമാതീതമായിട്ട് വില വർദ്ധിക്കുകയാണ്. അത് സംബന്ധിച്ച് എന്താണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് അറിയാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എത്തനോൾ പെട്രോളിൽ ചേർത്തുള്ള വലിയൊരു കുംഭകോണം ഇവിടെ അരങ്ങേറുന്നതായിട്ടാണ് പൊതുവെ ജനങ്ങൾക്ക് തോന്നുന്നത്. അതേക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ചർച്ചകൾ വേണം. മറ്റൊരാവശ്യം ഞങ്ങൾ ഉന്നയിച്ചത്, ഇപ്പോൾ മണ്ഡല പുനർനിർണയം, ഉന്നത വിദ്യാഭ്യാസ ബില്ല്, വൺ നേഷൻ വൺ ഇലക്ഷൻ, FCRA, ഇതുപോലുള്ള വിവാദ ബില്ലുകൾ കൊണ്ടുവരുന്നതിന് മുമ്പ് പ്രതിപക്ഷത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ട് മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യവും ഞങ്ങൾ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ നിലപാട്, അതായത് സ്പീക്കറുടെ നിലപാട് എന്താണ്? കാരണം സ്പീക്കർ അംഗീകരിക്കാത്തൊരു പാർട്ടിയെ ഈ സർവകക്ഷി യോഗത്തിന് വിളിച്ചത്, അതായത് യഥാർത്ഥത്തിൽ ശിവസേനയിലെ പിളർപ്പിനെ അംഗീകരിച്ചുകൊണ്ട് സ്പീക്കറുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവുണ്ടായി. എന്നാൽ TMCയിൽ നിന്ന് 20 പേർ പിളർന്നു പോയിട്ട് ആരും കേൾക്കാത്ത ഒരു പാർട്ടിയുടെ ഷെല്ല്, കവചം വാടകയ്ക്കെടുത്ത് ആ കവചത്തിലേക്ക് പ്രവേശിച്ച് ആ 20 പേര് വേറൊരു സ്വതന്ത്ര പാർട്ടിയാകാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു അവസ്ഥ. ഈ 20 പേരെയും അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് TMC നൽകിയ കത്തുകൾ ഈ രണ്ടും സ്പീക്കറുടെ ഓഫീസിൽ പെൻഡിങ്ങിലായിരിക്കുമ്പോൾ ഒരു വിമത വിഭാഗത്തെ യോഗത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി മുൻനിരയിൽ സ്ഥാനം കൊടുത്തു എന്നുള്ളത് പ്രതിപക്ഷ കക്ഷികളെയെല്ലാം അലോസരപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി സ്പീക്കറെക്കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ പാടില്ല. പക്ഷേ സ്പീക്കറും യഥാർത്ഥത്തിൽ ഈ അക്വിസിഷൻ, മേർജർ, ടേക്ക് ഓവർ എന്നുള്ള ഈ കോർപ്പറേറ്റ് രാഷ്ട്രീയ രീതിയുടെ ഒരു പിണിയാളായിട്ട്, ഒരു ഉപകരണമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. FCRA വിഷയത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അത് പെൻഡിങ്ങിൽ വെച്ചത്. പക്ഷേ അന്ന് സർക്കാർ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ബില്ല് കൊണ്ടുവരാതെ ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്തുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇന്ന് ഞങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് പ്രകാരം FCRAയും ഉണ്ട്. അപ്പോൾ വളരെ വിവാദപരമായിട്ടുള്ള വ്യവസ്ഥകളാണുള്ളത്, മുൻകാല പ്രാബല്യം ഉൾപ്പെടെയുള്ളത്. അതുകൊണ്ട് പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് ബില്ല് വീണ്ടും സഭയിലേക്ക് വരുന്നു എന്ന് പറയുന്നു. ഇന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാ പാർട്ടികളും അത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കി. പക്ഷേ ഈ പറഞ്ഞതുപോലെ 360 എന്നുള്ളൊരു ഭൂരിപക്ഷം, അല്ലെങ്കിൽ 3-2 ഭൂരിപക്ഷത്തിൻ്റെ മാജിക് സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തീവ്ര യജ്ഞത്തിലാണ് സർക്കാർ. ഏവരും ഉറ്റുനോക്കിയത് DMK ആണ്. DMKയുടെ നേതാവ് TR ബാലു അവിടെ സംസാരിച്ചപ്പോൾ ഈ മണ്ഡല പുനർനിർണയം, അതായത് ഈ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്ന കാര്യം ഒരു 25 വർഷത്തേക്ക് കൂടി മരവിപ്പിക്കണമെന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അദ്ദേഹം ദീർഘമായിട്ടൊന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു വാചകം വളരെ പ്രസക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ
DMK പാട്ടിലാക്കി എന്നുള്ള ഒരു പ്രതീതി ചില കോണുകളിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും ആ രൂപത്തിലല്ല TR ബാലുവിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയും. ഇന്ത്യ സഖ്യത്തിന്റെ ആശങ്ക ഒഴിഞ്ഞോ? കാരണം DMK കൂടെ പോകുന്നുള്ള വലിയൊരു ചർച്ചയായിരുന്നല്ലോ. DMK ആയിട്ട് ഞങ്ങൾ നിരന്തര സമ്പർക്കത്തിലാണ്. ഇപ്പം DMK നേതാക്കൾ തിരുച്ചു ശിവി ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് ഇന്നലെ സംസാരിച്ചു, ഞാൻ ഇന്നലെ സംസാരിച്ചു. ഇപ്പം നാളെ ഇന്ത്യ ചേരിയുടെ യോഗം മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കോൺഗ്രസ് തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെങ്കിൽ പോലും ഇത് രാജ്യത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കാനാണ്. ഫ്ലോർ കോർഡിനേഷൻ മുൻ നിലപാടൊന്നും മാറ്റമില്ല. ഇല്ല, ഇപ്പം പാർലമെൻറ്റിനുള്ളിൽ എല്ലാ പ്രതിപക്ഷവും സഹകരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾക്ക് TMCയുമായിട്ട് നല്ല മോശമല്ലാത്ത രാഷ്ട്രീയ വൈര്യമുണ്ടല്ലോ. പക്ഷേ എങ്കിൽ പോലും പാർലമെൻറ്റിനുള്ളിൽ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. അതുമാത്രമല്ല DMKയുമായിട്ടുള്ള ഫ്ലോർ കോർഡിനേഷനും നിർബന്ധമായിട്ടും കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും കാത്തു സൂക്ഷിക്കണമെന്നും തുടർന്നു പോകണമെന്നുള്ള അഭിപ്രായമാണ് CPM.